വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാലോ കൂരായണ, അങ്ങനെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അതേ അവസ്ഥയിലാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉദ്യോഗസ്ഥന്മാർ ഉപയോഗിച്ച ടാക്സി വാഹന ഉടമകളുടെ കാര്യം. തെരഞ്ഞെടുപ്പ് കാലത്ത് ഉപയോഗിച്ച ടാക്സി വാഹനങ്ങളുടെ വാടക വെട്ടിക്കുറച്ചു എന്ന് പരാതി. കോണ്ടാക്ട് കാരേജ് വാഹനങ്ങൾക്ക് ആദ്യം നിശ്ചയിച്ചതിൽ നിന്ന് 500 രൂപ മുതൽ 1500 രൂപ വരെ വെട്ടിക്കുറച്ചു എന്ന് പരാതി. പുതിയ ഉത്തരവിൽ അങ്ങനെ ഉണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 8 മുതൽ 30 സീറ്റുകൾ വരെയുള്ള വാഹനങ്ങൾക്ക് 4000 രൂപയും 30 മുതൽ 49 സീറ്റ് വരെയുള്ള വാഹനങ്ങൾക്ക് 6000 രൂപയുമാണ് നൽകിയിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വാടക 4400, 6600 എന്ന നിലയിൽ യഥാക്രമം കമ്മീഷൻ വർദ്ധിപ്പിച്ചു. എന്നാൽ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾ കഴിഞ്ഞതോടെ ഈ ഉത്തരവ് കമ്മീഷൻ തിരുത്തി. 4400 രൂപ നൽകേണ്ട വാഹനങ്ങൾക്ക് 3000 രൂപ മാത്രമേ നൽകാനാകൂവെന്നാണ് പുതിയ ഉത്തരവ്. 6600 രൂപ നൽകേണ്ട വാഹനങ്ങൾക്ക് 4000 രൂപയായും വെട്ടിക്കുറച്ചു. തിരൂരിൽ നിന്നും വന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നടപടി. ഇതോടെയാണ് ടാക്സി ജീവനക്കാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. 8 തൊട്ട് 30 വരെയുള്ള സീറ്റുകൾക്ക് 4400 രൂപ ആണ് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്കും പ്രകാരം വന്നിട്ടുള്ളതെങ്കിൽ അതിൽ വരുന്ന നഷ്ടമെന്ന് പറയുന്ന 1400 രൂപ ഒരാൾക്ക് ഒരു ദിവസം നഷ്ടം വരും. അപ്പോൾ ഇത് ആരുടെ താല്പര്യമാണ് ഇത് ഇങ്ങനെ ഒരു റിവേഴ്സ് ചെയ്ത് ഒരു ഓർഡർ ഇറക്കിയത് എന്നുള്ളത് ഇപ്പം ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇതിനൊരു ഓഡിറ്റിംഗ് സംവിധാനം ഏറ്റവും അത്യാവശ്യമാണ്. ഈ ഓഡിറ്റിംഗ് ഇല്ലാത്തത് കൊണ്ടാണ് ഇലക്ഷൻ്റെ ഉദ്യോഗസ്ഥർ ഇതുപോലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ സ്വീകരിക്കുന്നതെന്നുള്ളതാണ് ഞങ്ങളുടെ ആക്ഷേപം. തെരഞ്ഞെടുപ്പിനോടിയ ടാക്സി വാഹനങ്ങൾക്ക് വാടക ലഭിച്ചില്ലെന്ന് ഡ്രൈവർമാർക്ക് വ്യാപക പരാതിയുണ്ട്. ഇതിന് പിന്നാലെയാണ് വാടക വെട്ടിക്കുറച്ചെന്ന പരാതിയും ഉയർന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആദ്യം നൽകിയ ഉറപ്പ് പാലിക്കാതെ വന്നതോടെ നിയമപരമായി മുന്നോട്ടു പോകാൻ ഒരുങ്ങുകയാണ് ടാക്സി ജീവനക്കാർ. ഉദ്യോഗസ്ഥർക്ക് വേണ്ടപ്പെട്ടവർക്ക് കൂടുതൽ തുക എഴുതി നൽകിയതായും ആക്ഷേപമുയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഓഡിറ്റ് വേണമെന്ന ആവശ്യവും ടാക്സി ഡ്രൈവർമാർ മുന്നോട്ട് വെക്കുന്നു. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. വാടക കൃത്യമായി ലഭിക്കുന്നില്ല എന്ന പരാതി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെ പുതിയ ഉത്തരവ് വന്നത്. അധികൃതരുടെ നടപടി ഇരുട്ടടി പോലെയായി പോയി എന്നാണ് ഡ്രൈവേഴ്സും ഉടമകളും പറയുന്നത്. അവരുടെ പ്രതികരണങ്ങൾ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിൽ എൻ്റെ വാഹനം ഓടുകയും ഇലക്ഷൻ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം 100 കിലോമീറ്റർ 4400 രൂപയായിരുന്നു കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ വാടക. ഇത് ഗണ്യമായി വെട്ടിക്കുറച്ചിരിക്കുന്നു. ഇതിൽ എന്തോ അഴിമതി നടന്നിട്ടുണ്ട്, അത് അന്വേഷിക്കുക. കോൺട്രാക്ട് കാരേജ് വാഹന ഉടമകൾക്കും തൊഴിലാളികൾക്കും അതിഭീമമായ നഷ്ടമാണ് വന്നിട്ടുള്ളതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ യാതൊരുവിധ തീരുമാനങ്ങളും ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ മുഴുവൻ ടാക്സി ഡ്രൈവർമാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിൽ വിവിധ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനും അതോടൊപ്പം കോടതിയെ സമീപിക്കാനും സംഘടന തീരുമാനിച്ചിരിക്കുകയാണ്. ഇനിയും ഉള്ള മുന്നോട്ടുള്ള നടപടി എന്ന് പറയുന്നത് ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. മുൻ വർഷത്തെക്കാട്ടിലും വാടക വെട്ടിക്കുറച്ചപ്പോഴത്തേക്ക് 10,000-കണക്കിന് ഡ്രൈവർമാർക്ക് ഭീമമായ ഒരു തുകയാണ് നഷ്ടം വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് കൂടിയ വാഹനങ്ങളുടെ വാടകത്തിനെ കുറച്ചത് നടപടി വളരെ അപലപനീയമാണെന്ന് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു. അത് എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിച്ച് പാവപ്പെട്ട ഡ്രൈവർമാരുടെ കൊള്ളയ്ക്കടിക്കാതെ അവരെ സംരക്ഷിച്ച് നിർത്തണമെന്ന് ഗവൺമെൻറ്റിനോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.